പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പുനഃസംഘടന അത് സംഭവിച്ചിരിക്കുന്നു 2.5 വർഷത്തിന് ശേഷം. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെക്കാൾ ഉപരി ഒരുപക്ഷെ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഗവർണറും മുഖ്യമന്ത്രിയും എന്തുകൊണ്ട് ഇതേ വേദിയിൽ ഇങ്ങനെ തന്നെ പോയാൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും മുന്നോട്ട്? മുഖ്യമന്ത്രി തമ്മിലുള്ള ബന്ധം പരമാവധി മോശമായിരിക്കുക. ഇവിടെ ഗവർണർക്കെതിരായി നടന്ന സമരങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടെ അല്ല, പരസ്യമായ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടിയാണ് നടന്നതെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ്. മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ഗവർണർക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ കേരള ചരിത്രത്തിൽ ഒരു ഗവർണർക്കെതിരെയും ഒരു മന്ത്രിയും നടത്താത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. മുഖ്യമന്ത്രി പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള മരാമത്ത് മന്ത്രി നടത്തിയ പരാമർശം. അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ബന്ധം ഊഷ്മളമാകുകയും ഇവർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. മാത്രവുമല്ല, ഗവർണർ ഇന്നലെ വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ SFI പ്രവർത്തകർ അദ്ദേഹത്തെ കാര്യം കൂടി കാണിച്ചു. ഇതുമൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പരിചയവും സാമാന്യ ബുദ്ധിയും ഒക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, അതില്ലെന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഒരു ശീതസമരമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പോ അതിന്റെ അടുത്ത പൊട്ടിത്തെറി ഏത് രീതിയിലായിരിക്കും എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഈ പുതുമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രപതി വരെ സർക്കാർ സമീപിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ ഗവർണർക്കെതിരെ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റെന്തൊരു നിലപാടിലേക്ക് സർക്കാർ എത്താനുള്ള സാധ്യതയുണ്ട്? ഈ ഗവർണറെ തിരിച്ചു വിളിക്കണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നൊക്കെ ഉണ്ടല്ലോ. ഗവർണറെ തിരിച്ചു വിളിക്കുന്നത് ആർക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം, പക്ഷെ അതുകൊണ്ട് ഗവർണറെ തിരിച്ചു വിളിക്കാൻ പറ്റുകയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിയറ്റ്നാം യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറണം എന്ന് നെടുമ്പാശ്ശേരി ഹൈസ്കൂൾ പാർലമെന്റ് ആവശ്യപ്പെട്ടു. എന്ന് കരുതി പ്രസിഡന്റ് നിക്സൺ സൈന്യത്തെ തിരിച്ചു വിളിക്കും എന്നാരും വിചാരിച്ചില്ല. കാരണം നിക്സൺ ഇത് കേട്ട് പേടിക്കില്ലെന്ന് ഞങ്ങൾക്കും അറിയാം. നമുക്ക് ആവശ്യപ്പെടുന്നതിന് തയ്യാറൊന്നുമില്ല, ആർക്കും എന്ത് വേണമെങ്കിൽ ആവശ്യപ്പെടാം. പക്ഷെ അത് പ്രാവർത്തികമാകുകയില്ല. ഗവർണറെ തിരിച്ചു വിളിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പറ്റുള്ളൂ. കേന്ദ്ര സർക്കാരിന് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഗവർണറായിട്ട് തുടരും, താല്പര്യം ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അല്ലാണ്ട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു നോക്കി ഗവർണറെ തിരിച്ചു വിളിക്കാൻ പറ്റും. അത് മാത്രമല്ല, തിരിച്ചു വിളിക്കേണ്ടത് രാഷ്ട്രപതിയല്ല, കേന്ദ്ര ഗവൺമെന്റാണ് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ശുപാർശ അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ചു പോകും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. അല്ലാതെ കണ്ട് രാഷ്ട്രപതിക്ക് കംപ്ലൈന്റ് അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ തപാൽ കൂലി പോകും എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് പോകുന്ന ഒരു നിലപാടിലൊന്നും അല്ല അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പുനഃസംഘടനയെ പറ്റിയുള്ള അങ്ങയുടെ വിലയിരുത്തൽ കൂടി. അല്ല, പുനഃസംഘടനയെ സംബന്ധിച്ചുള്ള അതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 2.5 വർഷത്തേക്കാണ് അഹമ്മദ് ദേവർകോവിലിനെയും ആന്റണി രാജുവിനെയും മന്ത്രിമാരാക്കിയത്. 2.5 വർഷം കഴിഞ്ഞപ്പോൾ അവർ രാജിവെച്ചു. ആ സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടുള്ളതാണ് ഗണേഷ് കുമാറും അതുപോലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും. അവർ രണ്ടുപേരും ആ സ്ഥാനത്തേക്ക് വരുന്നു. ഇതിനകത്ത് ഒരു ചെറിയ മേന്മ നമുക്ക് പറയാവുന്നത് കടന്നപ്പള്ളി ആണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും അവർ നേരത്തെ പലതവണ മന്ത്രിമാരായിരുന്നവരാണ്, സാമാന്യമായിട്ട് കഴിവ് തെളിയിച്ചവരാണ്. നമ്മുടെ ഈ മന്ത്രിസഭയുടെ ഒരു പോരായ്മ എന്ന് വെച്ചാൽ താരതമ്യേന എല്ലാവരും പുതുമുഖങ്ങളാണ്. അതിൻ്റെതായ പല പരാധീനതകളും അവർ പല ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, രണ്ടുപേരും പരിചയസമ്പന്നരാണ്, രാഷ്ട്രീയത്തിൽ ദീർഘകാലത്തെ പരിചയമുള്ളവരാണ്, നിയമസഭാംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ദീർഘകാല പരിചയമുള്ളവരാണ്, മന്ത്രിമാരെന്നുള്ള രീതിയിലും അവർ ആ സ്ഥാനത്ത് മതിപ്പ് ഉളവാക്കിയവരാണ്, കഴിവ് തെളിയിച്ചവരാണ്. അതുകൊണ്ട് ഇത് ഗുണപരമായ ഒരു മാറ്റമാണെന്ന് ഞാൻ വിചാരിക്കും.